കുറഞ്ഞ സമയം കൊണ്ട് ഒരു ആവോലി പൊള്ളിച്ചത് പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? എന്നാൽ കൂടിക്കോളൂ. ആദ്യം കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക, പിന്നെ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില. അതങ്ങ് മാറ്റി വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കരിയപ്പിട്ട് അതിലേക്ക് മീൻ അങ്ങോട്ട് ഇടുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് അങ്ങ് വേവിക്കുക. അതിങ്ങനെ കഴിഞ്ഞ് മാറ്റി വെക്കുക. നല്ല അടിപൊളിയായി വേവണം കേട്ടോ. മാറ്റി വെച്ച് അതേ പാനിലേക്ക് ആദ്യം വെളുത്തുള്ളി അങ്ങോട്ട് ഇടുക, വഴറ്റുക, പിന്നെ ചെറിയ ഉള്ളി ഇടുക, വഴറ്റുക, പിന്നെ വലിയ ഉള്ളി ഇടുക, വഴറ്റുക. അങ്ങനെയെല്ലാം കൂടി വഴറ്റി വരുന്ന നല്ലോണം വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ഇടുക, പിന്നെ പച്ചമുളക് ഇടുക, എന്നിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റുക. എന്നിട്ട് മസാലകൾ ഇട്ടോളി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങ് യോജിപ്പിച്ച് വഴറ്റി അങ്ങോട്ടേക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കരിവേപ്പില ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം അങ്ങ് വഴറ്റുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ വിതറി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ പൊരിച്ച് വെച്ച ആവോലിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് മസാല ഒക്കെ ആക്കി അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റോ ലോ ഫ്ലെയിമിൽ വേവിക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ വാഴൻ്റെ ഇല എടുത്തൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഈ സാധനം എല്ലാം കൂടി ഇടുക. എന്നിട്ട് അത് കഴിഞ്ഞ് നല്ല രീതിയിൽ മസാല ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന കോലത്തിലാക്കി കഴിയുന്ന രീതിയിൽ നമുക്ക് ഒരു എങ്ങനെയാണെങ്കിലും ഒന്ന് നല്ല രീതിയിൽ പൊതിഞ്ഞ് അങ്ങോട്ടേക്ക് എടുത്ത് വാഴത്തണ്ടിൻ്റെ നാര് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കെട്ടി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ആവോലി ഇട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കുക. സാധനം റെഡി. ഇത്ര പണിയേ ഉള്ളൂ. പ്ലേറ്റിലേക്കിട്ട് ആ വാഴയിലൊക്കെ അങ്ങോട്ട് മാറ്റുമ്പോൾ എന്താണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പെട്ടെന്ന് തന്നെ പണി കഴിയും. അപ്പോൾ ഓക്കെ.